നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പൂജകൾ ചെയ്തു തുടങ്ങാം. അയ്യോ ഒന്ന് നിന്നേ. നിക്കാനല്ലേ പറഞ്ഞ? നിങ്ങളിത് എന്ത് ഭാവിച്ചാ? ഈ വീട്ടിൽ കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇതിനാണ് അയാൾ നിന്നെ കൂട്ടി ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഇതെന്താ തമാശയാണോ? ഒരിക്കൽ കെട്ടിയ താലി അഴിക്കാനുള്ള വഴി തേടിയാ ഇവിടേക്ക് വന്നത്. ഇപ്പൊ പറയുന്നു വീണ്ടും മാലിയിട്ട് വിവാഹം കഴിക്കാൻ. ഇതാണോ ശാസ്ത്രികളുടെ പ്രതിവിധി? അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അല്ലാതെ ശാസ്ത്രികൾ അങ്ങനെയൊന്നും പറയില്ല. സർവജ്ഞാനിയാ ശാസ്ത്രികള്. ശാസ്ത്രികൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞോ? ഇവിടെ വന്ന് ഒന്നുകൂടി വിവാഹം കഴിക്കാനാണോ അയാൾ പറഞ്ഞു വിട്ടത്? എന്റെ ചോദ്യത്തിന് നീ മറുപടി പറ. ഒരിക്കലൊരു താലി കെട്ടിയതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. അത് ഒളിപ്പിക്കാൻ വേണ്ടി ഓടി 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 എനിക്ക് മടുത്തു. മനസ്സിലൊരു അഗ്നിപർവ്വതം പേറിയ ഇന്ന് ഞാൻ ജീവിക്കുന്ന. എനിക്കിതിന് കഴിയില്ല ലക്ഷ്മി. ഇനി നീ എന്റെ കഴുത്തിലോ ഞാൻ നിന്റെ കഴുത്തിലോ മാലയിടില്ല. ഇതിവിടെ അവസാനിപ്പിച്ച് നമുക്ക് ഉടനെ തിരിച്ചു പോവാം. എന്റെ ഒരു ദിവസം വെറുതെ വേസ്റ്റായി. ഇവൻ വണ്ടി കയറ്. വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയും? പൂജ ചെയ്തെന്ന് പറയണം. അപ്പൊ പരിഹാരം ഉണ്ടാവേണ്ടതല്ലേ? പരിഹാരമൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നീ വാ, നമുക്ക് പോവാം. നിക്ക്. പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങള്? രണ്ടുപേരും മനസ്സുകൾ കൊണ്ട് ഒന്നിച്ചു ചേരാനും ജീവിക്കാനും ആഗ്രഹിക്കുമ്പോൾ നടത്തുന്ന ചടങ്ങിനെ മാത്രമേ വിവാഹമായിട്ട് കാണാൻ കഴിയൂ എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്ന ആളല്ലേ നിങ്ങള്? എന്നിട്ടിപ്പോ മാല ഇടുന്നതിൽ വിശ്വാസം വന്നു തുടങ്ങിയോ? അങ്ങനെയെങ്കിൽ ഒരു വർഷം മുമ്പ് നിങ്ങൾ താലി കെട്ടിയത് കല്യാണ നാടകമായി കരുതാൻ പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ മാറ്റി പറയാണോ? ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പിന്നെന്തിനാ വല്ലാതെ ഭയപ്പെടുന്നേ? ഇവിടെ വെച്ച് പരസ്പരം മാലയിട്ടാൽ ആദ്യം ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാവുമെങ്കിൽ എന്തുകൊണ്ട് ഒരു തവണ കൂടി അത് ആവർത്തിച്ചൂടാ? ഞാൻ പേടിച്ചിട്ടൊന്നും അല്ല. നിനക്ക് ഇതിലൊക്കെ ഒരുപാട് വിശ്വാസമാണ്. എന്റെ പ്രശ്നം അത് തന്നെയാ. നാളെ നീ ഇതിന്റെ പേരിലാവും പൂജകൾ ചെയ്യാൻ പോകുന്നത്. ആരും നടയിലില്ലാത്ത സമയം നമ്മൾ ആ ചടങ്ങ് പൂർത്തിയാക്കണം. ഇത് നിങ്ങളുടെയും ചേച്ചിയുടെയും വിവാഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രായശ്ചിത്തമായി കരുതണം. എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കൂടെ ഞാൻ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ഈ പൂജയിൽ പങ്കുകൊണ്ടേ പറ്റൂ. നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ നിങ്ങളങ്ങ് പൊക്കോ. ഞാൻ കൂടെ ഉണ്ടാവില്ല. ഇതൊരു വിവാഹമായി നിങ്ങൾ കാണുന്നത് തന്നെ തെറ്റ്. ഇതിനൊരു പരിഹാര ക്രിയയായി കാണാൻ നിങ്ങൾക്ക് എന്താ കഴിയാതെ പോന്നേ? ദേ, ഞാൻ മാല വാങ്ങാൻ പോവാ. നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ എന്നെ കാത്തു നിൽക്കണ്ട, നിങ്ങൾ പൊക്കോളൂ. പക്ഷേ മംഗലശ്ശേരിയിലേക്ക് ഇനി ഞാൻ വരില്ല. മാലകളെല്ലാം നടക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്കങ്ങ് പൊക്കോളാം. ദേവിയുടെ മുന്നിൽ വെച്ച് താലി കെട്ട് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോ ശിവന്റെ മുന്നിൽ വെച്ച് മാല ചാർത്ത്. എങ്ങനെ ഞാൻ ഇതിന് നിന്നു കൊടുക്കും? മമ്മി ഒത്തിരി സ്ഥലങ്ങളിൽ അന്വേഷിച്ചതല്ലേ, എന്നിട്ടും ഇതുവരെ മുത്തശ്ശിയെ കണ്ടെത്താൻ കഴിയാത്തതെന്താ? ഇപ്പൊ മുത്തശ്ശിക്ക് എത്ര വയസ്സ് പ്രായം കാണും? 19-ാം വയസ്സിലാ അമ്മ ഇരട്ട മക്കളെ പ്രസവിക്കുന്നത്. 2 കൊല്ലം കഴിഞ്ഞ് എന്നെയും അമ്മ പ്രസവിച്ചു.
എനിക്ക് 22 വയസ്സുള്ളപ്പോഴാ അമ്മയും കൊണ്ട് ഞാൻ ആ തറവാടിന്റെ പടിയിറങ്ങുന്നത്. അന്ന് അമ്മയ്ക്ക് പ്രായം 44. 27 വർഷങ്ങളാ കഴിഞ്ഞു പോയത്. ഇപ്പോ മുത്തശ്ശിക്ക് 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ? അമ്മയ്ക്ക് അന്നേ വരെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആ വിശ്വാസം മനസ്സിലുള്ളതുകൊണ്ട് അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനി വല്ല വീട്ടിലും അമ്മയുണ്ടോന്ന് സംശയിക്കേണ്ടത്. അതാണ് സത്യമെങ്കിൽ കണ്ടെത്തുക പ്രയാസം. ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞതല്ലേ. വിവരം അറിയിക്കുന്നവർക്ക് നല്ല പാരിതോഷികോ ഓഫർ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം മമ്മി. അതിന് അമ്മയുടെ ഒരു ഫോട്ടോ എങ്കിലും വേണ്ടേ? ഞാൻ വീട് വിട്ടിറങ്ങുമ്പോ എല്ലാവരുടെയും ഫോട്ടോ ബാഗിലുണ്ടായിരുന്നു. മമ്മിയുടെ ഓരോരോ യാത്രക്കിടയിൽ എവിടെയൊക്കെയോ വെച്ച് അതൊക്കെ നഷ്ടപ്പെട്ടു. നൂല് പൊട്ടിയ പട്ടം പോലെയായി എന്റെ അമ്മ. ഇനി എന്ത് ചെയ്യണം അലിയാൻറ്റി? മമ്മിയെ സഹായിക്കണമെന്ന ആഗ്രഹം എനിക്കുമുണ്ട്. സത്യം പറഞ്ഞ മുത്തശ്ശി മരിച്ചു പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. മുത്തശ്ശി എവിടെയും ഉണ്ടെന്നുള്ള വിശ്വാസം ഇപ്പൊ എനിക്കുമുണ്ട്. മോളുടെ മുത്തശ്ശിയെ എത്രയും വേഗം നമുക്ക് കണ്ടുപിടിക്കണം. മമ്മിയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതല്ല. അമ്മയെ തിരിച്ചു കിട്ടിയ അതിന്റെ നേട്ടം നിനക്കാ മോളെ. നിന്റെ മമ്മിയുടെ മനസ്സിൽ മംഗലശ്ശേരിക്കാരോടുള്ള പക മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അത് നിന്റെ മമ്മിയെ അന്ത്യയാക്കിയിരിക്കുക. അതിന് നിന്റെ മമ്മിയെ തെറ്റു പറയാനാവില്ല. അത്രയ്ക്ക് വേദന അനുഭവിച്ചിട്ടുണ്ട് മോളുടെ മമ്മി. എനിക്കറിയാം. അതല്ലേ മമ്മിയുടെ വഴിക്ക് ഞാൻ വരില്ലെന്ന് പറഞ്ഞത്. പെണ്ണിനെ ബന്ധിച്ചു നിർത്താൻ കഴിയുന്നത് സ്നേഹം കൊണ്ട് മാത്രം. മമ്മിയുടെ ഉള്ളിലെ തീകെടുത്താൻ മോളുടെ മുത്തശ്ശിക്ക് മാത്രമേ കഴിയൂ. മുത്തശ്ശിയെ കണ്ടെത്താനായ മമ്മിയുടെ മനസ്സിലെ പകുതി പക കെട്ടടങ്ങും. മംഗലശ്ശേരിയിലെ പലരും ആ പ്രതികാരാഗ്നിയിൽ വെന്ത് കെട്ടടങ്ങാതെ രക്ഷപ്പെടുകയും ചെയ്യും. നിഷ്കളങ്കയെ ശുദ്ധയുമായി ജീവിച്ചൊരാൾ പക തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ തടയാൻ ആർക്കും കഴിയില്ല. സർവ്വതും ചുട്ടരിച്ച് കണ്ണങ്കിയുടെ കഥയാണ് ഞാൻ ഓർക്കുന്നത്. മല്ലികാന്റി പറയുന്നത് സത്യം. സഞ്ജു ഞാൻ കാരണം വേദനിക്കരുത്. സഞ്ജുവിന് പ്രിയപ്പെട്ടവരൊക്കെ ഇനിയും കൂടെ ഉണ്ടാവണം. മമ്മിയുടെ പക കെട്ടടങ്ങാൻ മുത്തശ്ശിയെ കണ്ടെത്തിയേ തീരും. മമ്മിയേക്കാൾ ഇനി അത് എന്റെ ആവശ്യം കൂടിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.